പഠിക്കാൻ പോകുന്നത് നമ്മുടെ സിലബസ് പ്രകാരം അടുത്ത ടോപ്പിക്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ അഡൾട്ട് ആൻഡ് ചൈൽഡ് വിച്ച് എഫക്ട് റെസ്പോൺസ് ടു ഇൽനെസ്സസ്. ഇവിടെ നമ്മൾ കുറച്ച് പോർഷൻസ് ഇതിനിടയ്ക്ക് മിസ്സായിട്ടുണ്ട്. ടെൻഷൻ ആകേണ്ട കാര്യമില്ല, ഈ പോർഷൻസ് എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തു പോകുന്നത് ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്നായതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നിക്കുന്ന അതേ ഓർഡറിൽ എടുത്തു പോകുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതിൽ ഒരു ടോപ്പിക്കും നിങ്ങൾക്ക് മിസ്സാകത്തില്ല. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള എല്ലാ പോർഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ അഡൾട്ട് ആൻഡ് എ ചൈൽഡ്. അതായത് ഒരു കുഞ്ഞും ഒരു പ്രായം ചെന്ന ആളും അഡൾട്ടും ചൈൽഡും തമ്മിൽ എന്താണ് വ്യത്യാസം. അതായത് നമുക്ക് നോർമലി ഉള്ള വ്യത്യാസങ്ങളെല്ലാം അറിയാം, പക്ഷേ ഒരു അസുഖം വരുമ്പോൾ, അതായത് ഒരു ഇൽനെസ് വരുമ്പോൾ ഒരു കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു ചൈൽഡ് റെസ്പോണ്ട് ചെയ്യുന്നതും ഒരു അഡൾട്ട് റെസ്പോണ്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അവരിൽ ഉണ്ടാകുന്നത്, അത് ചോദിക്കുന്നതും 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമുക്കൊന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. 1 or 2 തവണ ഒന്ന് വായിച്ചു വിട്ടാൽ തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഫിസിയോളജിക്കൽ ഡിഫറൻസസ് അറിയണം, സൈക്കോളജിക്കൽ ഡിഫറൻസസ്, സോഷ്യൽ ഡിഫറൻസസ്, ഇമ്മ്യൂണോളജിക്കൽ ഡിഫറൻസസ്, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ചിൽഡ്രൻ ആൻഡ് അഡൽട്സ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൽനെസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡൽട്സ്. എന്താണ് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന പ്രത്യേകതകൾ അഡൽട്ടിൽ നിന്ന്, അല്ലെ, അഡൽട്ടിനേക്കാൾ നോർമലി ഉള്ള പ്രായം ചെന്ന ആൾക്കാർക്ക് അസുഖങ്ങൾ വരുന്നതിനേക്കാൾ കുട്ടികൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്. ദ ഡിഫറൻസസ് ഇൻ ഇൽനെസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡൽട്സ് ആർ ബേസ്ഡ് ഓൺ അനാറ്റമിക്, ഫിസിയോളജിക് and psychological differences between the immature child and mature adult. അതായത് ഇമ്മച്ചുവർ, അതായത് പൂർണ്ണ വളർച്ച എത്താത്ത കുട്ടി, ആ കുട്ടി സൈക്കോളജിക്കലി എങ്ങനെയാണ് ബിഹേവിയർ എന്നത്, അതായത് നമ്മുടെ ഇമോഷണൽ സ്റ്റാറ്റസ് എങ്ങനെയായിരിക്കും, ഫിസിയോളജിക്കലി ശാരീരമായി അതും ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് എങ്ങനെയായിരിക്കും, അനാട്ടമിക്കൽ സ്ട്രക്ചറിൽ എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കാം ഉണ്ടാകുന്നത്. എന്നാൽ മെച്യൂർ അഡൾട്ട് ഇതിൽ ഈ പറഞ്ഞ ആസ്പെക്റ്റുകളിലെല്ലാം എന്തൊക്കെ വ്യത്യസ്തത കാണിക്കുന്നു. നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ. ഇവിടെ നോക്കൂ, ആദ്യം നമുക്ക് അനാട്ടമിക് ആൻഡ് ഫിസിയോളജിക്കൽ ഡിഫറൻസസ് നോക്കാം. അനാട്ടമിക് ഡിഫറൻസസ് ബിറ്റ്വീൻ ബേബീസ് ആൻഡ് അഡൽട്സ് ആർ. ഫസ്റ്റ് വൺ, അനാട്ടമിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രക്ചർ, രൂപം, അല്ലെ. സൈസ് ആൻഡ് വെയിറ്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് അഡൽട്സ് ആർ ദ ഔട്ട്സ്റ്റാൻഡിങ് അനാട്ടമിക്കൽ ഡിഫറൻസസ്. മെയിൻ ഡിഫറൻസ്, അതായത് ഒരു കുഞ്ഞിൻ്റെ സൈസും വെയിറ്റും പൊക്കവും വണ്ണവും അതൊന്നും അല്ല ഒരു അഡൽട്ടിനുള്ളത്. അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്, കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ്, സ്കൂൾ ചിൽഡ്രൻ. സ്കൂൾ ചിൽഡ്രൻ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്? സ്കൂൾ ഏജ്ഡ് ചിൽഡ്രൻ വ്യൂ ഹോസ്പിറ്റലൈസേഷൻ ആസ് എ പണിഷ്മെൻറ്റ്. കുറച്ചുകൂടി മെച്യൂർ ആയി കഴിയുമ്പോൾ അവർ ഒരു കുറ്റം പോലെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പണിഷ്മെൻറ്റ് പോലെയാണ്, ഒരു ശിക്ഷ പോലെയാണ് അവർ ഹോസ്പിറ്റലൈസേഷനെ കാണുക. അതുപോലെ അവർ മൂവി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ശിക്ഷ പോലെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, TV വാച്ച് ചെയ്യാനും ബുക്കുകൾ വായിക്കാനും അവർ ബോർഡായിട്ട് മാറുന്നില്ല, അവർ നല്ല ഹാപ്പിയാണ് എന്ന് ഉറപ്പ് വരുത്താൻ അവിടെ ശ്രമിക്കുക. അത് നമ്മുടെ റോളാണ്. സോ അതുപോലെ സെൽഫ് കൺട്രോൾ ലൂസ് ചെയ്യുന്നതായിട്ട് കുട്ടികൾക്ക് തോന്നുന്ന, ഇൻഡിപെൻഡൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങനെ ഫീൽ ചെയ്യാതിരിക്കാനുള്ള കെയർ ഫെസിലിറ്റീസ് നമ്മൾ നടപ്പിലാക്കുക. സോ അതുപോലെ തന്നെ അവരുടെ ഫിയറും ആങ്സൈറ്റിയും ഡൗട്ടും ഒക്കെ ചോദിക്കാനും അവരുടെ ആങ്സൈറ്റി എക്സ്പ്രസ് ചെയ്യാനുമുള്ള ചാൻസ് അവിടെ കൊടുക്കുക. അതായത് അവരവരുടെ മനസ്സിലുള്ള വിഷമം അവർ തുറന്നു പറയാനുള്ള അവസരങ്ങൾ എൻകറേജ് ചെയ്യിപ്പിക്കുക. നെക്സ്റ്റ്, അഡോളസൻസിനായാലും എന്താണ് റോൾ ഓഫ് നേഴ്സ് വെൻ കെയറിങ് അഡോളസൻസ് ഇൻക്ലൂഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ഇമോഷണൽ ഇമ്പാക്റ്റ് ഓഫ് ഇൽനെസ് ഓൺ ദം. കുട്ടികളുടെ ഇമോഷണൽ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കുക, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കെയർ അവിടെ നടപ്പിലാക്കുക. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞുകൂടായെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഭയത്തിലോട്ട് എത്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് റെഡ്യൂസ് ചെയ്യിപ്പിക്കുക. റുട്ടീൻ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, അവരുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുക. മാക്സിമം അവരുടെ ഇൻഡിപെൻഡൻസ് ആക്കി മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് ഈ രീതിയിലാണ് നമ്മൾ ആസ് എ നേഴ്സ് നമ്മൾ കുട്ടികളെ ഹോസ്പിറ്റലിൽ കെയർ ചെയ്യേണ്ടത്. അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പഠിച്ചത്, രണ്ടാമത്തെ പോർഷനായിട്ട് പഠിച്ചത് എന്തായിരുന്നു? ഒന്ന്, നമ്മുടെ കെയർ ഓഫ് സിക്ക് ചൈൽഡ്. എങ്ങനെയാണ് ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു കുട്ടി അഡ്മിറ്റഡ് ആകുമ്പോൾ ആ ഒരു ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റ് എങ്ങനെയായിരിക്കണം, കുട്ടികൾ ടെൻഷൻ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി മറ്റൊന്ന് പറഞ്ഞത് ഇമ്പാക്റ്റ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ ഓൺ ചൈൽഡ് ആൻഡ് ഫാമിലി. രണ്ടും സിമ്പിൾ ടോപ്പിക്സ് ആണ്, 5 മാർക്കിന് ചോദിക്കാവുന്ന
ക്വസ്റ്റ്യൻസുമാണ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബാക്കി പോർഷൻസ് അടുത്ത ക്ലാസ്സിലാണ് പഠിക്കാൻ പോകുന്നത്.